ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ, ഇത് രാജസ്ഥാനിലൊരു സ്പെഷ്യൽ ഷുഗർ ഐറ്റമാണ്, ഒരു സ്പെഷ്യൽ സ്വീറ്റാണ്. ഗേവർ എന്നാണെന്ന് പറയുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതൊരു ഗേവറാണ്. ഗേവർ എന്നാണ് ഈ ഒരു സ്വീറ്റിന് പറയുന്നത്. രാജസ്ഥാനിൽ പ്രത്യേകിച്ച് വിൻ്ററിൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു സ്വീറ്റാണ് ഗേവർ. പ്രധാനമായിട്ടും മൈദ, നെയ്യ്, പഞ്ചസാര, ഈ 3 സംഭവങ്ങൾ കൊണ്ടാണ് ഗേവർ ഉണ്ടാക്കുന്നത്. രാജസ്ഥാനി വിഭവം എന്ന് തന്നെ ഇതിനെ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഗേവറിനെ കുറിച്ച് പറയുമ്പം ഗേവറിന് ധാരാളം ആയുർവേദപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കഫം, പിത്തം ഇതൊക്കെ മാറാൻ ഗേവർ കൊണ്ട് സാധിക്കുമെന്ന് പറയപ്പെടുന്നു. ഗേവറിലുള്ള ഗീയും അതുപോലെ തന്നെ ഷുഗറും നമ്മുടെ ബോഡി ഡ്രൈനെസ്സും ഒക്കെ മാറ്റാൻ വളരെയധികം നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഈ ഒരു സമയത്ത്, വിൻ്റർ സമയത്താണ് നമുക്ക് ഈ ഗേവർ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകിച്ച് ബേക്കറികളിലൊക്കെ കാണാൻ പറ്റുന്നത്, ഷുഗർ ഷോപ്പുകളിലൊക്കെ കാണാൻ പറ്റുന്നത്. പ്രധാനമായിട്ട് ഇത് പറയപ്പെടുമ്പം രക്ഷാബന്ധൻ്റെ സമയത്താണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറയപ്പെടുന്നത്. പക്ഷെ ഞങ്ങളുടെ ഇവിടെ ബിക്കാനീറൊക്കെ ഇത് വിൻ്ററിൻ്റെ സമയത്താണ് ഇത് കാണപ്പെടുന്നത്. ഇത് ഗേവർ പകുതി പരുവായിട്ടുള്ളൂ. ഇനി ഇതിനകത്ത് ധാരാളം ടോപ്പിങ്സ് ഒക്കെ ചെയ്യാറുണ്ട്. പലതരം ടോപ്പിങ്സിൽ നമ്മളെ ഗേവർ വരും, ടോപ്പിങ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ആ വീഡിയോ, നമ്മുടെ ഈ ഗേവർ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള വീഡിയോ ഇനിയും വരുന്നുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കും. നമ്മുടെ രാജസ്ഥാൻ സ്പെഷ്യൽ, വിൻ്റർ സ്പെഷ്യലായിട്ടുള്ള ഗേവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 5 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഐസ് ക്യൂബ് പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടുന്നതുവരെ ബ്ലെൻഡ് ചെയ്യണം. ഇനി അതൊരു മിക്സിംഗ് ബൗളിലേക്കിട്ട് നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് ഉരച്ചെടുക്കണം. ഒരു 5-6 മിനിറ്റോളം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. ആ ഒരു പരുവം ആവുന്നത് വരെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മുടെ നെയ്യ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ, നല്ല വൈറ്റ് കളറായിട്ട് വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രത്തോളം സോഫ്റ്റായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നല്ല വൈറ്റ് കളറിൽ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്കിതിനെ നമ്മുടെ മൈദയായിട്ട് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും മിക്സിയുടെ ജാറിലേക്കിട്ട് ബാച്ചായിട്ട് നമ്മളുടെ എടുത്തു വച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കാം. നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മാവ് തയ്യാറാക്കാനുണ്ട്. കുറേശ്ശെയായിട്ട് മൈദയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതിൻ്റെ മാവ് തയ്യാറാക്കാം. ഒരുപാട് അരഞ്ഞു പോകേണ്ട കാര്യമില്ല. അതിനകത്ത് 1 ടേബിൾ സ്പൂൺ ബേസനും കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാവ് റെഡിയാക്കിയെടുക്കാം. നല്ല ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ദോശമാവിനെക്കാട്ടിലും നല്ല ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. 1 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം, 1/4 കപ്പ് വെള്ളം എടുത്ത് നല്ല 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക കൂടി പൊടിച്ചത് ചേർക്കണം. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കളറൊക്കെ വേണമെങ്കിൽ ചേർക്കാം. നമ്മുടെ ബാറ്ററിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മുടെ പാനിലേക്ക് ഇതേപോലെ ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെക്കുക. നല്ല ചൂടായി കഴിഞ്ഞ എണ്ണയിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കരുത്, ചെറിയൊരു സ്പൂൺ അളവിൽ ഒഴിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മൾ മാവ് ഒഴിക്കുന്നതിനനുസരിച്ച് ഈ നടുക്കൊരു ഹോള് ഉണ്ടായി വരും. ആ ഹോളിലേക്കാണ് നമ്മൾ വീണ്ടും അടുത്ത ബാച്ച് ഒഴിക്കേണ്ടത്. അപ്പോൾ തുടങ്ങുമ്പോൾ നമ്മൾ ചെറിയ അളവിൽ ഒഴിച്ചു കൊടുക്കുക. അത് ഫ്രൈ ആയി വരുന്നതിനനുസരിച്ച് വേണം നമ്മൾ അടുത്ത ബാച്ച് ഒഴിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്രൈ ആവുന്നതിനനുസരിച്ച് കണ്ടാലറിയാം അതിൻ്റെ നടുക്ക് ഒരു ഹോള് രൂപപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഹോളിലേക്ക് വീണ്ടും ചെറിയ ബാച്ചസായിട്ട് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന മാവ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം.
ഒരു മിനിമം ഒരു അത്യാവശ്യം അളവിനെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രൈ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ അത് ഫ്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ അരിവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ തനിയെ ഇളകി വിട്ട് വരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിൻ്റെ സ്ട്രക്ചർ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഹണി കോംബ് സ്ട്രക്ചർ എന്നൊക്കെ പറയില്ലേ, അതാണൊക്കെയുള്ള നല്ലൊരു സ്ട്രക്ചറാണ് ഇതിനുള്ളത്. നമ്മുടെ സ്വീറ്റ് ഷോപ്പിലൊക്കെ ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ്. അവരിങ്ങനെ വലിയ പാത്രത്തിലൊക്കെ ഇതേപോലെ അച്ചൊക്കെ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ അച്ചൊന്നുമില്ല, നമ്മുടെ സാധാരണ സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഓരോ ബാച്ചസായിട്ട് അളവൊന്നുമില്ല, നമുക്ക് ഏകദേശം നമ്മുടെ പാത്രത്തിനനുസരിച്ചുള്ള ഒരു ഗേവർ കിട്ടുന്ന തരത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നടുക്കത്തെ ആ ഒരു ഹോള് മെയിൻറ്റെയിൻ ചെയ്ത് വേണം ഓരോ ബാച്ച് നമ്മൾ ഒഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒഴിച്ച ഒരു ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അരിവിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് അത് എടുക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും. കാണാൻ നല്ലൊരു ഭംഗിയാണ്. അത് നമ്മൾ എടുത്തങ്ങനെ ചരിച്ച് പിടിക്കുമ്പോൾ അതിലെ സകല ഓയിലും അത് ഊർന്നു വീഴും. അടുത്ത ഒരു ബാച്ച് കൂടെ ഇടുന്നത് കാണാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾക്ക് മാവ് ഒഴിച്ച് തുടങ്ങേണ്ടത്. ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കരുത്. അത് ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ദേഹത്ത് തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം നമ്മൾ ഗേവർ തയ്യാറാക്കാൻ വേണ്ടത്. അതുപോലെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ എണ്ണ പകുതിയോളം മാത്രമേ എണ്ണ എടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഗേവർ റെഡിയായി വരുന്നതിനനുസരിച്ച് അത് മുകളിലേക്ക് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ പാത്രത്തിന് ഒരു 1/4 ഭാഗത്തിൽ കൂടുതൽ എണ്ണ എടുക്കാൻ പാടില്ല. 1/2 ഭാഗം എണ്ണ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് ഇങ്ങനെ നമ്മുടെ ഓരോ ഗേവറും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഏറ്റവും നല്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് ഗേവർ റെസിപ്പി എന്ന് പറയുന്നത്. ഇനി മധുരം കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇതിൽ നമ്മൾ ഷുഗർ സിറപ്പിൽ മുക്കിയാണിത് കഴിക്കുന്നത്. അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മധുരം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്കും ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മലയാളികളുടെ ഉഴുന്നുവടയിൽ നടുക്കലത്തെ ഹോള് മുഖ്യം എന്ന് പറയുന്നത് പോലെ ആണ് ഇവിടെ ഗേവറിൽ ആ നടുക്കലത്തെ ഹോള് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കുറച്ച് സമയമെടുത്ത് ക്ഷമയോടെ നിന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഗേവറും ഇതവിടെ നല്ല ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു ഫോർക്ക് വെച്ച് നമുക്ക് അതിൽ നിന്ന് എടുത്തു മാറ്റാം. ആ സ്ട്രക്ചർ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, എന്ത് രസമാണെന്നറിയാം. നമ്മുടെ രണ്ടാമത്തെ ഗേവറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതേപോലെ എടുത്തു വച്ചിരിക്കുന്ന മാവ് വെച്ച് ഒരു 7-8 ഗേവറൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ റെഡിയായിരിക്കുന്ന ഗേവറിന് മുകളിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പ് ഓരോ ഗേവറിൻ്റെയും മുകളിലേക്ക് നമുക്കിങ്ങനെ തൂവി കൊടുക്കാം. ഡിപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് വെക്കാം. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് ബദാം, അണ്ടിപ്പരിപ്പ്, കിസ്മിസൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഒന്ന് സീസൺ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഗേവറും നമുക്കിങ്ങനെ ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗേവറാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കാണാനായിട്ടുള്ളതുപോലെ കഴിക്കാനും ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ഗേവർ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത റെസിപ്പിയായി കണ്ടുമുട്ടുന്നത് വരേക്കും ടാറ്റാ ബൈ.